നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ: കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള അടിയന്തര കർമ്മ പദ്ധതികളുമായി കുസാറ്റിൽ കെയർ 2025. കൊടുങ്ങല്ലൂർ ഭരണിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കോഴിക്കല്ല് മൂടൽ നടന്നു. ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി പിറവം രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറവും റിവർ വാലി റോട്ടറി ക്ലബ്ബും. കരാർ നിയമനങ്ങൾക്കുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണം ജോയിന്റ് കൗൺസിൽ. മാവേലിപുരത്ത് ഞായറാഴ്ച വനിതകളുടെ സർഗസംഗമം. പ്രഥമ ദേവി പ്രഭാവം പുരസ്കാരം അന്നമതട മുരളീധരമാരാർക്ക്. നമ്മുടെ ചുറ്റുമുള്ള ജീവികൾ മുതൽ സൂക്ഷ്മാണുക്കൾ വരെയുള്ള ആവാസ വ്യവസ്ഥയുടെ ഘടനയെയും പ്രവർത്തനത്തെയും ബാധിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം കേരളത്തെ ദിനംപ്രതി ബാധിക്കുന്നത് എന്ന് MFRI ഡയറക്ടർ ഡോക്ടർ ഗിൻസൺ ജോർജ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെമിനാർ കോംപ്ലക്സിൽ 2 ദിവസങ്ങളായി നീണ്ടുനിന്ന കെയർ 2025 ദ്വിദിന അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു അടിയന്തര കർമ്മ പദ്ധതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഡോക്ടർ ഗിൻസൺ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പ്ലാവിൻ തൈ നനച്ചുകൊണ്ടാണ് വിശിഷ്ട അതിഥികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. 65-ലധികം നാടൻ നെൽവിത്തുകളുടെ സംരക്ഷകനായ വിത്തച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്മശ്രീ ചെറുവയൽ രാമന്റെ സാന്നിധ്യവും പരിപാടിയെ ശ്രദ്ധേയമാക്കി. കൊടുങ്ങല്ലൂർ ഭരണിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭക്തി സൃഷ്ടിച്ച അലയൊലികളുടെ അകമ്പടിയോടെ കോഴിക്കല്ല് മൂടി. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ചടങ്ങുകളാൽ സമ്പന്നമായ ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കോഴിക്കല്ല് മൂടൽ. പാരമ്പര്യ അവകാശികളായ വടക്കേ മലബാറിൽ നിന്നുള്ള തച്ചോളി തറവാട്ടുകാരും കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടുകാരും ചടങ്ങുകൾ നിറവേറ്റി. ഭഗവതി വീട്ടിലെ കാരണവർ കോഴിക്കല്ല് മൂടിയ ശേഷം തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 വട്ടം ചോദിച്ചു. ഈ സമയം തച്ചോളി തറവാട്ടിലെ സംഘം തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ട് എന്ന് 3 വട്ടം അറിയിച്ചു. കോഴിക്കല്ലിൽ കോഴിയെ സമർപ്പിച്ചതോടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയായി. ഇതോടെ ഭക്തർ കോഴിക്കല്ലിൽ ചെമ്പട്ടി വിരിച്ച് വഴിപാട് കോഴികളെ സമർപ്പിച്ചു. ഇനിയുള്ള ദിനങ്ങൾ കൊടുങ്ങല്ലൂരിലേക്ക് ഭക്തജന പ്രവാഹമായിരിക്കും. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആപത്തായി മാറിയ മയക്കുമരുന്ന് ലഹരിക്കെതിരെ പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടന്നു. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെയും റിവർ വാലി റോട്ടറി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം പുത്തൻകുരിശ് DYSP VT ഷാജൻ നിർവഹിച്ചു. രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറം ചെയർമാൻ സാബു കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AC പീറ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണവും നഗരസഭാ വൈസ് ചെയർമാൻ KP സലീം ആമുഖ പ്രഭാഷണവും നടത്തി. പിറവം സ്റ്റേഷൻ SHO ഇന്ദ്രരാജ് DS, എക്സൈസ് ഇൻസ്പെക്ടർ ജയൻ AS, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പ്, ഫാദർ ഡോക്ടർ തോമസ് ചകരിയിൽ, ഡോക്ടർ ബേബി പോൾ, MT പൗലോസ്, കുര്യൻ പുളിക്കൽ, ബാബു പാണക്കാട്ട്, ശശി KR, എൽദോ ടി പോൾ, സുരേഷ് ചന്തേലി, സാജു ചേന്നാട്ട്, ജോജുമോൻ ചാരിവിലാവിൽ തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു. യോഗത്തിന് സുഷൻ PK നന്ദി പറഞ്ഞു. തുടർന്ന് സ്റ്റേജിന് സമീപം ഒരുക്കിയ വൈറ്റ് ബാനറിൽ സിഗ്നേച്ചർ ക്യാമ്പയിനിങ് VT ഷാജൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾ, പൊതുജനങ്ങളടക്കം നിരവധി പേർ ഒപ്പ് രേഖപ്പെടുത്തി. ഈ ബാനർ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ചാർജ് വഹിക്കുന്ന ADGP മനോജ് എബ്രാഹിമിന് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലും ടൈപ്പസിറ്റ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾ നിർത്തലാക്കാനുള്ള ധനവകുപ്പ് തീരുമാനത്തിനെതിരെ ജോയിന്റ് കൗൺസിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. നിയമനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരം ജോലിഭാരം കൂടുതലുള്ള വകുപ്പുകളിലേക്ക് തസ്തികകൾ പുനർവിന്യസിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജോയിന്റ് കൗൺസിലർ സംസ്ഥാന കമ്മിറ്റി അംഗം CA അനീഷ് ആവശ്യപ്പെട്ടു. കാക്കനാട് കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഹുസൈൻ പുതുവന അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KP പോൾ, EP പ്രവിത, അബു C രഞ്ജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് V മാത്യു, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി MC ഷൈല, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AG അനിൽകുമാർ, VR രാകേഷ്, ഉണ്ണികൃഷ്ണൻ, തിലകൻ R, മേഖലാ സെക്രട്ടറി വിജീഷ് ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ട് കേരളയും മാവേലിപുരം റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനിതാ സംഗമം വനിതകളുടെ സർഗോത്സവം മാർച്ച് 30 വൈകിട്ട് 3 മണിക്ക് കാക്കനാട് മാവേലിപുരം MRA ഹാളിൽ നടക്കും. വനിതാ സംഗമവും സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത പിന്നണി ഗായിക മിൻമിനി ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ പ്രവർത്തകയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ മേരി അനിത മുഖ്യപ്രഭാഷണം നടത്തും. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ MC ദിലീപ് കുമാർ മുഖ്യ അതിഥിയാകും. ഗായിക അൽക്ക അഷ്കർ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഇടപ്പള്ളി പോണേക്കര ഭഗവതി ക്ഷേത്ര സമിതി ഏർപ്പെടുത്തിയ പ്രഥമ ദേവി പ്രഭാവ പുരസ്കാരം പഞ്ചവാദ്യ കലാകാരൻ അന്നമതട മുരളീധരമാരാർക്ക് മുൻ ഹൈക്കോടതി ജഡ്ജി K ഭാസ്കരൻ സമർപ്പിച്ചു. ഇതോടെ 8 മണി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണാം. ശുഭദിനം.